ഇന്ന് ഞങ്ങൾ പോയത് കാൻറ്റോ സിറ്റിയിൽ നിന്നും 12 കിലോമീറ്റർ അകലെയുള്ള ഫ്രൂട്ട് ഗാർഡനിലേക്കാണ്. ഇതുപോലുള്ള പലതരം ഫ്രൂട്ട് ഗാർഡനുകൾ കാൻറ്റോ സിറ്റിയുടെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. എൻ്റെ മുന്നിൽ പോകുന്നത് ഈ ഫ്രൂട്ട് ഗാർഡൻ്റെ ഓണറാണ്. ഈ ഫ്രൂട്ട് ഫാമുകൾ ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇത് ഇവരുടെ ഒരു ഉപജീവന മാർഗമായി മാറുന്നു. ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് ഒരു വലിയ സ്റ്റാർ ഫ്രൂട്ട് മരമാണ്. പിന്നെ നേരെ പോയത് ഓറഞ്ച് മരങ്ങളുടെ ഇടയിലേക്കാണ്. അതിനിടയിൽ നല്ല 4 മുഴുത്ത ഓറഞ്ചുകൾ അദ്ദേഹം ഞങ്ങൾക്ക് പറിച്ചു തന്നു. ഈ ഓറഞ്ച് മരങ്ങളെല്ലാം ചാഞ്ഞു നിൽക്കുന്നത് ഇടയിലേക്കുള്ള ചാലുകളിലേക്കാണ്. അപ്പോൾ ഇത് പറിക്കുമ്പോൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടി തോട്ടിയുടെ അറ്റത്ത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് വേറൊരു മരത്തിൻ്റെ അടുത്തേക്കാണ്. ആ മരത്തിൽ നിറയെ കായ്കൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മുന്തിരിക്ക് സമാനമായിട്ടുള്ള ഒരു പഴമായിരുന്നു. നിറയെ കൊലകൊലയായിട്ടാണ് അത് പിടിക്കുന്നത്. ഇതിൻ്റെ തൊലി കളയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു പൾപ്പ് ഉണ്ടാവും. ആ പൾപ്പാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അത് നല്ലൊരു പുളിയുള്ള ഒരു ഫ്രൂട്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ മരങ്ങളുടെ ശിഖരങ്ങളിലും ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുതിയ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മാംഗോസ്റ്റീൻ തൈയുടെ അടുത്തേക്കായിരുന്നു. ഇവിടെ നിറയെ മാംഗോസ്റ്റീൻ തൈകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം മാംഗോസ്റ്റീൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. മാംഗോസ്റ്റീൻ ഫ്രൂട്ട്സ് പറിക്കാനും കഴിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും അവിടത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് ഈ മാംഗോസ്റ്റീൻ. പിന്നെ നേരെ പോയത് പേര മരത്തിൻ്റെ അടുത്തേക്കാണ്. പേരമരങ്ങൾ വലുതൊന്നുമല്ല, ചെറിയ ചെറിയ മരങ്ങളാണ്. ഇതിലും നിറയെ ഫലങ്ങളുണ്ടായിരുന്നു. പക്ഷികളും മറ്റും കൊത്തി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് പേരക്ക വളരെ ചെറുതാവുമ്പോൾ തന്നെ അതിന് പ്ലാസ്റ്റിക് കവറും പിന്നെ ആ സ്പോഞ്ചും എല്ലാം ഇട്ട് അവർ വളരെ സുരക്ഷിതമായി വയ്ക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് പറിച്ചു തന്നാൻ വേണ്ടി നമുക്ക് പേരക്കയും പറിച്ചു തന്നു. ഉൾഭാഗം വെളുത്തതും റോസ് കളറുള്ളതും രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിന്നാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മളെല്ലാം കവറിലാക്കി കയ്യിൽ പിടിക്കുകയാണ് ചെയ്തത്. പിന്നെ അവർ കാണിച്ചു തന്നത് പഴമാണ്. പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ റോബസ്റ്റ നേന്ത്രപ്പഴം. ഇവിടെ നമ്മൾ ഇതുവരെ വന്നതിന് ശേഷം കണ്ടിട്ടില്ല, ഇല്ലയെന്നാണ് തോന്നുന്നത്. ചെറിയ പഴം അതുണ്ട് കുറച്ച്. പിന്നെ ഇവർ കവുങ്ങ്, തെങ്ങ് അങ്ങനത്തെ കൃഷികളും ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് വരുന്നത്. ഇവരുടെ ഫാമിൻ്റെ അടുത്ത് ഇവരുടെ വീട് കൂടാതെ ഒരു വലിയ റിസോർട്ടും പിന്നെ ചെറിയ ചെറിയ വീടുകളും ഉണ്ട്. ഇതിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട്. ഈ റിസോർട്ടിൽ വരുന്നവർക്ക് ഈ ഫ്രൂട്ട് ഗാർഡൻ ഒരു ആകർഷകമാണ്. ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നല്ല ചെറിയ ചെറിയ കുഞ്ഞു വീടുകളാണ്. പിന്നെ നേരെ പോയത് നേരത്തെ പറഞ്ഞ ആ പഴത്തിൻ്റെ അടുത്തേക്കാണ്. അത് അദ്ദേഹം പറിക്കുമ്പോൾ ആദ്യം അത് വെള്ളത്തിൽ വീണു. പിന്നെ അത് എടുക്കാൻ നിന്നില്ല. പിന്നെ രണ്ടാമത് മറ്റൊരു ഭാഗത്തു കൂടി പോയി പറിച്ച് അയാൾ ഞങ്ങൾക്ക് തന്നു. ഇദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞതൊന്നും ആദ്യം മനസ്സിലായിരുന്നില്ല. കാരണം ഇവർക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ അപ്പുറത്തെ റിസോർട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അവിടെ നിന്ന് ഒരാളെയും കൂട്ടി വന്നിട്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തോട് കൺവേ ചെയ്തത്. പിന്നെ ഇവരുടെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ സ്റ്റാർ ഫ്രൂട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഞങ്ങളോട് പറിക്കാൻ പറഞ്ഞു. കാരണം അത് നമുക്ക് എത്തുന്നിടത്ത് തന്നെയാണ് ഉള്ളത്. ഈ ഫ്രൂട്ട് ഫാമിലേക്ക് കയറുന്നതിന് അവർ ചെറിയൊരു ഫീസ് മാത്രമാണ് വാങ്ങുന്നത്. ആ വാങ്ങുന്നതിന് നമുക്ക് കുറേയധികം ഫ്രൂട്ട്സും പറിച്ചു തരുന്നുണ്ട്. നീ വിചാരിച്ച ഫ്രൂട്ടെല്ലാം കിട്ടിയില്ല? മാംഗോസ്റ്റീൻ കിട്ടിയില്ല. സ്റ്റാർ ഫ്രൂട്ട്, ഓറഞ്ച്, പേരക്ക, പിന്നെ ഈ ഫ്രൂട്ടിൻ്റെ പേരറിയില്ല. പുളി ടൈപ്പാ? ഇതിൻ്റെ ഉള്ളിൽ തൊലി കളഞ്ഞിട്ട് ഒരു പൾപ്പുണ്ടാവും, അത് തിന്നേണ്ടത്. പക്ഷേ അതിൻ്റെ പേരറിയില്ല.